ശംഭു സാർ നമസ്കാരം. രാമായണ മാസമാണ്. നമസ്കാരം. അപ്പൊ രാമായണ മാസത്തിൽ മലയാളികളുടെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലെല്ലാം രാമായണ പാരായണം നടന്നു വരുന്ന ഒരു മാസം കൂടെയാണ് ഈ മാസം എന്ന് പറയുന്നത്. പക്ഷെ ഈ മാസം തുടങ്ങുമ്പോൾ ആ, ഭഗവാൻ ശ്രീരാമന്റെ ഒരുപാട് നെറേറ്റീവുകൾ കൂടെ സോഷ്യൽ മീഡിയയിൽ അങ്ങിങ്ങ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉയർന്നു വരും എന്നുള്ളതാണ്. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഹൈന്ദവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഒരു മതപഠനം കിട്ടാത്ത ഒരു സമൂഹം എന്നുള്ള നിലയിൽ ശ്രീരാമചന്ദ്രൻ, അതായത് ഇത്തരത്തിലുള്ള മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു രാമനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിലും ഈ രാമന്റെ ചെയ്തികൾ ഇത്തരത്തിലാണെന്നും ഈ ചെയ്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീരാമനെയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്നും അങ്ങനെയുള്ള ശ്രീരാമനെ ആരാധിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഹൈന്ദവർക്ക് നേരെ ഉയർന്നു വരുമ്പോൾ അത് പല കോണുകളിൽ നിന്നായിരിക്കും ഉയർന്നു വരുന്നത്. ഉയർന്നു വരുമ്പോൾ അവർക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ശ്രീരാമനിൽ വലിയൊരു അവമതിപ്പ് അവർക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പല ആൾക്കാർക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യുക്തിവാദികളുണ്ട്, വേറെ പല താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മര്യാദാ പുരുഷോത്തമനാണ്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ ഭാര്യയെ കാട്ടിലുപേക്ഷിച്ചവനാണ്. പക്ഷേ രാവണനെ നിങ്ങൾ എടുത്തു നോക്കൂ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്ന് അശോകവനിയിൽ പാർപ്പിച്ചപ്പോൾ പോലും സീതയുടെ ദേഹത്ത് ഒന്ന് തൊടാത്ത വ്യക്തിയാണ്. അപ്പോൾ ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച ശ്രീരാമനേക്കാൾ നിങ്ങൾ ആരാധിക്കേണ്ടതും ഗ്ലോറിഫൈ ചെയ്യേണ്ടതും ഈ സീതയെ തട്ടിക്കൊണ്ടുവന്ന് കാട്ടിൽ പാർപ്പിച്ചിട്ട് പോലും സീതയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിടാത്ത രാവണനെയല്ലേ എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ചോദ്യം. ഇതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു മറുപടി? നമസ്കാരം നരേഷ്. ആദ്യം തന്നെ ഈ ABC മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ രാമായണ മാസത്തിന്റെ ആശംസകൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ സമാജത്തെ ശക്തരാക്കാൻ വേണ്ടി തന്നെയാണ് ഈ രാമായണ മാസം പോലെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ പൂർവികർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാമായണം നിത്യപാരായണമായിട്ടുള്ള ഒരു ശീലം മലയാളികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും കർക്കടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റിക്കൊണ്ട് കർക്കടക മാസത്തിൽ സവിശേഷമായി എല്ലാവരും രാമായണം ആചരിക്കുക, അല്ലെങ്കിൽ അത് വായിക്കുക, അത് പഠിക്കുക, മനസ്സിലാക്കുക, പ്രചരിപ്പിക്കുക എന്നൊരു സന്ദേശം 1984 ചെറുകോൽപ്പുഴയിൽ നടന്നിട്ടുള്ള ഹിന്ദുമഹാ പരിഷത്തിലാണെന്ന് തോന്നുന്നു. സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും പത്മവിഭൂഷൺ പരമേശ്വരന്റെയും നേതൃത്വത്തിലാണ് കർക്കടകത്തെ രാമമന്ത്ര മുഖരിതമാക്കി മാറ്റുക എന്നൊരു മുദ്രാവാക്യത്തോട് കൂടിയിട്ടാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ആരംഭിക്കുന്നത്. അതിനു മുമ്പേ കർക്കിടകത്തിന് ചീത്തപ്പേരുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. കർക്കിടകത്തിന് കള്ളക്കർക്കിടകം എന്നും പഞ്ഞ കർക്കിടകം എന്നൊക്കെ വിളിച്ചിരുന്ന സമയത്ത് നിന്നും കർക്കിടകത്തെ ഭക്തിരസപ്രധാനമായിട്ടുള്ള ഒരു മാസമാക്കി മാറ്റിയത് ഇത്തരത്തിലുള്ള ചില പൂർവ്വസൂരികളുടെ തപസ്സാണ്. അതിന്റെ പിന്നിൽ വലിയൊരു സങ്കല്പമുണ്ട്. എന്താണ്? ഈ സമാജത്തിനെ രാമായണം എന്ന് പറയുന്ന ആ മഹാ ഇതിഹാസത്തെ ഹൃദിസ്ഥമാക്കി കൊടുക്കുക, അവർക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് സന്ദേശങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരാക്കുക, അതിനടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ശേഷിയുള്ളവരാക്കുക എന്നുള്ളതാണ്. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആളുകൾക്ക് ഈ ഇതിഹാസങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാമനെ നിന്ദിക്കാനും രാവണനെ നായകനാക്കാനും നമ്മുടെ സമൂഹത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കാനും സാധിക്കുന്നത്. ഈ സംശയങ്ങൾ ജനിപ്പിക്കുന്നതിൽ ഇത് വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ യഥാർത്ഥത്തിൽ രാമായണം വായിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. രാമായണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും രാവണന്റെ മഹത്വം കൊണ്ടല്ല അദ്ദേഹം സീതയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ കയറി പിടിക്കുകയോ ചെയ്യാതിരുന്നത്. അത് അദ്ദേഹത്തിന്റെ മാന്യതയുടെയും മഹത്വത്തിന്റെ അടയാളമൊന്നുമല്ല, അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ശാപം കൊണ്ട് ആൾക്കത് സാധിക്കുമായിരുന്നില്ല. അതാണ് വാൽമീകി രാമായണത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രംഭയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് നളകൂവരന്റെ ശാപം കിട്ടിയത് കൊണ്ടാണ് രാവണന് പരസ്ത്രീകളെ സ്പർശിക്കാൻ, അവരുടെ അനുവാദമില്ലാതെ അവരുടെ സമ്മതമില്ലാതെ മറ്റു സ്ത്രീകളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ തല പൊട്ടിത്തെറിച്ചു എന്ന് നളകൂവരൻ ശപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നളകൂവരന്റെ ഭാര്യയായിട്ടുള്ള രംഭ, ആ രംഭയെ സ്വർഗത്തിൽ വന്നിട്ടുള്ള രാവണൻ കണ്ട് മോഹിതനായിട്ട് ബലാത്സംഗം ചെയ്തു. ഈ രംഭ യഥാർത്ഥത്തിൽ രാവണന്റെ തന്നെ മരുമകളാണ്. അതായത് നളകൂവരൻ എന്ന് പറയുന്നത് കുബേരന്റെ മകനാണ്. കുബേരൻ എന്ന് പറയുന്നത് രാവണന്റെ സഹോദരനായിട്ടുള്ള വൈശ്രവണനാണ്. രണ്ടുപേരും വിശ്രവസിന്റെ മക്കളാണ്. ഈ കുബേരന്റെ രാജ്യമായിരുന്നു ലങ്ക. കുബേരന്റെ വാഹനമായിരുന്നു പുഷ്പക വിമാനം. ബ്രഹ്മാവിൽ നിന്ന് വരമൊക്കെ മേടിച്ച് ശക്തനായി 10 തലയൊക്കെ ആയപ്പോ രാവണൻ ആദ്യം വന്ന് ചെയ്ത കാര്യം തന്റെ സഹോദരനായിട്ടുള്ള വൈശ്രവണന്റെ ലങ്കാപുരി ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കുബേരനെ അവിടെ നിന്ന് ഓടിപ്പിച്ച് കളയുകയും അതിനുശേഷമാണ് കുബേരൻ കൈലാസത്തിനടുത്ത് പോയിട്ട് അമരാവതി എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉണ്ടാക്കി. ശിവന്റെ വലിയ ഭക്തനായിരുന്നു. ശിവസഖ എന്നാണ് കുബേരനെ വിളിക്കുക. ശിവന്റെ അനുഗ്രഹം കൊണ്ട് അമരാവതി എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഉണ്ടാക്കി. അതിനേക്കാൾ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കി. പക്ഷെ അന്നോളമുള്ള കുബേരന്റെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് കുബേരന്റെ പുഷ്പക വിമാനം എടുത്ത് കുബേരന്റെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുകയാണ് രാവണൻ ചെയ്തത്. ആ കുബേരന്റെ മകന്റെ ഭാര്യയാണ്, അതായത് തന്റെ മരുമകളുടെ സ്ഥാനത്തുള്ള രംഭേനെയാണ് രാവണൻ ബലാത്സംഗം ചെയ്യുന്നത്. അതിന്റെ ശാപമായിട്ട്
നളകൂപരൻ തന്നെ രാവണനെ ശപിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയെ അവളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി നിങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തല 7ആയി പിളർന്നു പോകുന്നു. അതുകൊണ്ടാണ് രാവണൻ സീതയെ സ്പർശിക്കാതിരിക്കുന്നത്, അല്ലാണ്ട് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. സീതയുടെ സമ്മതം കിട്ടാൻ വേണ്ടി രാവണൻ പല വിദ്യകളും പ്രയോഗിക്കുന്നുണ്ട്. സീതയുടെ സമ്മതത്തോടു കൂടി തന്നെ സീതയെ സ്പർശിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മായാവിദ്യകൾ, രാവണന്റെ തല വെട്ടി താലത്തിൽ രാമന്റെ തലയാണെന്ന് പറഞ്ഞിട്ട് ഒരു മായത്തല ഒരു താലത്തിൽ കൊണ്ടുവച്ച് രാമനെ ഞാൻ കൊലപ്പെടുത്തി, രാമൻ വരില്ല അതിനെ രക്ഷിക്കാൻ, രാമൻ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അശോകവനിയിൽ സ്റ്റക്കായോ വീണ്ടും? ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി, തുടർന്നോളൂ. ഈ താടക മുതലായിട്ടുള്ള രാക്ഷസിമാരുടെ മധ്യത്തിലാണ് സീതയെ കൊണ്ടുപോയി താമസിച്ചിട്ടുള്ളത്. കൊട്ടാരത്തിലൊന്നുമല്ല, അശോകവനി എന്ന് പറയുന്ന ഒരു കാട്ടിലാണ്. ആ കാട്ടില് രാക്ഷസിമാരുടെ ഇടയിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയിട്ട് സീതയെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രാക്ഷസിമാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. രാവണൻ തന്നെ പല മായാവിദ്യകളും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സീതയുടെ സമ്മതം കിട്ടാതെ വരുമ്പോ അവസാനം സീതയെ കൊന്നുകളയാനാണ് രാവണൻ പറയുന്നത്. നാളെ കൂടി ഇവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇവളെ കൊന്നു കളഞ്ഞേക്കൂ എന്നാണ് രാക്ഷസിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഈ സീതയുടെ അവതാരം തന്നെ രാവണന്റെ മാന്യതയുടെ ഒരു അടയാളമാണ്, തെളിവാണ്. കാരണം മുജ്ജന്മത്തിൽ വേദവതി എന്ന് പറയുന്ന തപസ്വിനിയായിരുന്നു സീത. മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ്സനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് വേദവതി. ആ വേദവതിയെ രാവണൻ ബലാത്സംഗം ചെയ്തു, മാനഭംഗപ്പെടുത്തി. അതിന്റെ ദുഃഖം കാരണം വേദവതി തീയിൽ ചാടി മരിച്ചു. തീയിൽ ചാടി മരിക്കുമ്പോൾ അവർ ശപിച്ചു, എന്താണ്, അടുത്ത ജന്മത്തിൽ ഞാൻ മഹാവിഷ്ണുവിന്റെ ഭാര്യയായിട്ട് അവതരിക്കും, എന്റെ അവതാരം നിന്റെ സർവനാശത്തിനുള്ള കാരണവുമാവുന്നു. അങ്ങനെയാണ് വേദവതി സീതയായിട്ട് ജനിക്കുന്നത്. ആ സീതാപഹരണമാണ് രാവണന്റെ സർവനാശത്തിൽ ചെന്ന് കലാശിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് രാവണന്റെ കഥാപാത്രത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാമമോഹിതനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. മനുഷ്യനല്ല, രാക്ഷസനായിട്ടാണ് കാണിക്കുന്നത്. കണ്ണിൽ കണ്ട സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്തിരുന്ന, തനിക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാ സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് വന്നിരുന്ന, തന്റെ അന്തപുരത്തിൽ അടച്ചിരുന്ന, സ്ത്രീകളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് അവരോട് എന്താണ് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരാളായിട്ടാണ്. ഈ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലും എങ്ങനെയാണ് രാമായണത്തിൽ പറയുന്നത്, തന്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയെ ആക്രമിച്ചതിന്റെ ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ശൂർപ്പണഖയെ ആക്രമിച്ചത് അറിഞ്ഞപ്പോ അവിടെയുള്ള സീതയുടെ സൗന്ദര്യത്തെ പറ്റി കേട്ടറിഞ്ഞിട്ട് മനസ്സിന് മോഹം ഉദിച്ചിട്ടാണ്. ശൂർപ്പണഖ പോലും രാവണനോട് പോയി പറഞ്ഞു. ശൂർപ്പണയുടെ കഥ ഭയങ്കര രസമാണ്. ചില ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാവണന്റെ മഹത്വം പറയുമ്പോ പറയാറുണ്ട്, തന്റെ സഹോദരിക്ക് നേരിട്ട് അപമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാമനോട് മത്സരം എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ശൂർപ്പണയുടെ കഥ ഭയങ്കര തമാശയാ. ശൂർപ്പണഖ രാവണന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു കല്യാണം കഴിച്ചു. ഉദ്യുൽജിതൻ അവൻ എന്താണ് ഭർത്താവിന്റെ പേര്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദാനവനാ. അതായത് യക്ഷൻ, ഗന്ധർവൻ, കിന്നരൻ, രാക്ഷസൻ, ദാനവൻ, അങ്ങനെ പല വിഭാഗങ്ങളുണ്ടല്ലോ. കശ്യപ പ്രജാപതിയുടെ മക്കളാണല്ലോ. ഇതിൽ ഈ ദാനവരും രാക്ഷസന്മാരും ആജന്മ ശത്രുക്കളാ. ഇവര് പരസ്പരം കണ്ടാൽ കലഹിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാനവനെയാണ് ശൂർപ്പണഖ കല്യാണം കഴിച്ചത്. അതിന്റെ ദേഷ്യം കാരണം രാവണൻ പട നയിച്ച് ചെന്ന് യുദ്ധം ചെയ്തിട്ട് ഈ ശൂർപ്പണഖയുടെ ഭർത്താവിനെ കൊന്നു. ശൂർപ്പണഖയെയും കൊല്ലാൻ വേണ്ടി ആയുധമെടുത്ത സമയത്ത് മണ്ഡോദരിയും കുംഭകർണനും കൂടി രാവണനെ പിന്തിരിപ്പിച്ചു. സഹോദരിയാണ്, കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് മണ്ഡോദരി അപേക്ഷിച്ചു. കുംഭകർണനും പറഞ്ഞു പോട്ടെ, അങ്ങനെ ഒരു തെറ്റ് പറ്റി, ഇനി അവളെ നേരെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ കൊല്ലാതെ വിട്ടു. അതായത് തനിക്ക് ഇഷ്ടമല്ലാത്ത ആളെ കല്യാണം കഴിച്ചതിന് അവളുടെ ഭർത്താവിനെ കൊന്നിട്ട് അവളെ വിധവയാക്കിയിട്ട് അവളെയും കൊല്ലാൻ വേണ്ടി പോയിട്ടുള്ള ആളാണ് രാവണൻ. എന്നിട്ട് പറഞ്ഞു എന്താണ്, ഇനി ലങ്കയിൽ കാലുകുത്തി പോകരുത്, ലങ്കയിലും ഇവിടെയും കൂടി ഇങ്ങനെ കറങ്ങി നടന്നിട്ട് നിനക്ക് ഉചിതമായിട്ടുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അവരെ ഭർത്താവായി സ്വീകരിക്കാം. അങ്ങനെ ഉചിതനായിട്ടുള്ള ഒരു ഭർത്താവിനെ തെരഞ്ഞ് കാട്ടിൽ നടക്കുകയാണ് ഈ ശൂർപ്പണഖ. അപ്പോഴാണ് ഇവരുടെ കണ്ണില് ഈ രാമനും ലക്ഷ്മണനും ചെന്ന് പെടുന്നതും അവരുടെ അടുത്ത് ചെന്ന് പ്രണയാഭ്യർത്ഥന നടത്തുന്നതും അത് സമ്മതിക്കാതെ വന്നതിന്റെ ദേഷ്യം കാരണം സീതേനെ ആക്രമിക്കാൻ ചെല്ലുന്നതും സീതേനെ ആക്രമിക്കാൻ ചെന്നപ്പോ എന്താണ് ലക്ഷ്മണൻ കർണവും നാസിക്കുകയും ഛേദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പോലും ഇവരാദ്യം പോയിട്ട് രാവണനോടല്ല പരാതി പറയുന്നു. ഖരൻ, ദൂഷണൻ എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാര് ഇവർക്ക് കാട്ടിൽ തന്നെയുണ്ട്. ഖരദൂഷണന്മാരോട് പോയിട്ട് ആ പരാതി പറയുന്നത്, രാമൻ എങ്ങനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ഖരദൂഷണന്മാര് പട നയിച്ച് രാമന്റെ അടുത്തേക്ക് ചെന്നു. രാമന്റെ ആദ്യത്തെ യുദ്ധം നമ്മൾ കാണുന്നത് ഖരദൂഷണ വധമാണ്. അതായത് അതുവരെ രാവണൻ എന്താ പറയാ, ഈ താടക എന്ന് പറയുന്ന ഒരു താടകേനെയാണ് രാമൻ മുന്നേ കാട്ടിൽ വെച്ച് വധിക്കുന്നത്. താടക എന്ന് പറഞ്ഞ ഒരു രാക്ഷസിനെ വധിക്കുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ രാമൻ ആയുധത്തെ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ രാമന്റെ മഹായുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ ശൂർപ്പണഖയെ അപമാനിച്ചത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ഖരദൂഷണന്മാര് 14,000 സൈന്യമായിട്ടാണ് ഖരൻ വരുന്നത്. അവിടെ ആ യുദ്ധം രാമൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ലക്ഷ്മണനോട് അകത്ത് നിന്നാ മതി, സീതയ്ക്ക് കാവലായിട്ട് അവിടെ നിന്നാ മതി, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം തീർത്തോളാന്ന് പറഞ്ഞിട്ട്. അതാണ് ആ കീർത്തനത്തിൽ പറയുന്നില്ലേ, ആജാനുഭുജ ചരശാപധര സംഗ്രാമജിതകര ദൂഷണം എന്ന് പറയുന്നില്ലേ. ആജാനഭുജനായിട്ട് ആ ആയുധമൊക്കെ എടുത്തുകൊണ്ട് ഖരദൂഷണന്മാരെ വധിക്കുക. 14,000 സൈന്യത്തെ കൊല്ലുന്നു, ഖരനെ കൊല്ലുന്നു, ദൂഷണനെ കൊല്ലുന്നു, ഒരാളെ മാത്രം.
അധികമ്പൻ എന്നോ പേരുള്ള ഒരു സഹോദരനെ മാത്രം ഇയാള് വെറുതെ വിടൂ. അത് എന്തിനാന്ന് വെച്ചാൽ അവിടെ പോയി പറയാനാ, മേലിൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ മാത്രം ബാക്കിയാക്കി. ഇയാള് പോയിട്ട് രാവണനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ രാമന്റെ കൂടെ, രാമന്റെയും ലക്ഷ്മണന്റെയും കൂടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ ഇവിടെ ലങ്കയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു അലങ്കാരമായിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യത്തിലും വിഷ്ണുവിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്, ഒരു കുറവ് മാത്രമേ ഉള്ളൂ, മഹാലക്ഷ്മിയുടെ കുറവ്. അവിടെ വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ ഇവിടെ സീത വന്നാൽ, ലങ്കയിൽ സീത വന്നു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു, വിഷ്ണുവിന് തുല്യനായി എന്നാ. ഈ സഹോദരന്റെ ഈ ദൗർബല്യം നന്നായി അറിയുന്ന ഈ ശൂർപ്പണഖ പോയിട്ട് ഈ സീതയുടെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞിട്ടാണ് രാവണനെ മൂപ്പിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എന്നെ ഇവർ ആക്രമിച്ചു എന്നോ, ഞാൻ കല്യാണം കഴിക്കാൻ ചെന്നപ്പോ ഇവര് സമ്മതിച്ചില്ല എന്നോ ഒന്നുമല്ല. ഖരനെയും ഭൂഷണിനെയും കൊന്നു എന്നുള്ളത് പോലും അല്ല പറയുന്നത്. അവിടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് കാട്ടിലുണ്ട്, അവൾ ആ കാട്ടിൽ അവരുടെ കൂടെ അല്ല ജീവിക്കേണ്ടത്, നിങ്ങളുടെ കൊട്ടാരത്തിലാണ് അവൾ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സീതയുടെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞിട്ടാണ് രാവണനെ മോഹിപ്പിക്കുന്നത്. വിഭീഷണൻ പഠിച്ച പണി 16 പറയുന്നുണ്ട്, അബദ്ധാണ്, ചെയ്യരുത് ചെയ്യരുത്. പക്ഷെ ഇയാളുടെ ദൗർബല്യം മനസ്സിലാവും. അപ്പൊ രാവണനെ എന്താണ് പരാജയപ്പെടുത്തിയത്? രാവണന് വിദ്യയുടെ കുറവുണ്ടായിരുന്നില്ല, ബുദ്ധിയുടെ കുറവുണ്ടായിരുന്നില്ല, ശൗര്യത്തിന്റെ കുറവുണ്ടായിരുന്നില്ല, സൈന്യത്തിന്റെ കുറവുണ്ടായിരുന്നില്ല. രാവണൻ സ്ത്രീജിതനായിരുന്നു എന്നുള്ളതായിരുന്നു. രാവണൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മുന്നിൽ അയാൾക്ക് അങ്ങനത്തെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്ന ഒരാളാണ്. ആ വീക്ക്നെസ് ആണ് രാവണന്റെ സർവനാശത്തിന് കാരണമാവുന്നത്. അല്ലാണ്ട് രാവണന്റെ അറിവിനോ പാണ്ഡിത്യത്തിനോ ഒന്നും കുറവില്ല. രാവണൻ എന്താണ്, ബഹുപണ്ഡിതനായിട്ടാണ്, വേദപണ്ഡിതനായിട്ടാണ് രാവണനെ പരിഗണിക്കുന്നത്. രാവണൻ എന്താണ്, രുദ്രവീണ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആളാണ്. പരമസാത്വികനായിട്ടുള്ള ശിവഭക്തനായിട്ടാണ്. ശിവതാണ്ഡവ സ്തോത്രം പോലെയുള്ള സ്തോത്രങ്ങൾ രാവണന്റെ നിർമ്മിതികളാണ്. ശിവന്റെ പരമഭക്തനായിട്ടാണ് രാവണനെ പരിഗണിക്കുന്നത്. രാവണൻ ഒരു ഘട്ടത്തിൽ കൈലാസം തന്നെ കെട്ടി വലിച്ചിട്ട് ലങ്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് പകരമായിട്ട് ശിവൻ ആത്മലിംഗം കൊടുത്തു എന്നൊക്കെ കഥകളുണ്ട്. അതും അങ്ങനെ ശിവനുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളുണ്ട്. രാവണനെ കൊന്നതിന്റെ ബ്രഹ്മഹത്യാപാപം തീരാൻ വേണ്ടിയിട്ടാണ് രാമൻ രാമേശ്വരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പൂജ നടത്തിയത് എന്നാ. കാരണം രാവണൻ രാക്ഷസനാണ്, അമ്മ വഴിക്ക് മറ്റേ പുലസ്ത്യന്റെ മകനായിട്ടുള്ള വിശ്രവസിന്റെ മകനാണ് രാവണൻ, ബ്രാഹ്മണനാണ് ഗോത്രപ്രകാരം. അപ്പോ ബ്രാഹ്മണനായിട്ടുള്ള രാവണനെ കൊന്നതിന്റെ പാപം തീരാൻ വേണ്ടിയിട്ട്, ബ്രഹ്മഹത്യാദോഷം തീരാൻ വേണ്ടിയിട്ട് അവിടെ പൂജ നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വൈശിഷ്ട്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ രാവണന്റെ പ്രശ്നം എവിടെയാണ്? ഇപ്പൊ രാമായണത്തിൽ ഓരോ കഥാപാത്രങ്ങളെ ഓരോ വികാരങ്ങളുടെ സൂചകങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഈ മതം, മാത്സര്യം, അതേപോലെ തന്നെ കാമം, ക്രോധം, ലോഭം, മോഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളുടെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അതില് ഈ പറയുന്ന ശൂർപ്പണഖയ്ക്ക് ഉണ്ടായ കാമം, രാവണന് ഉണ്ടാവുന്ന മോഹം, സീതയ്ക്ക് ഉണ്ടാവുന്ന ക്രോധം, ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുന്ന ചില സംഗതികളാണ്. ആദ്യം മന്ധര എന്ന് പറയുന്ന ആളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു മാത്സര്യ ബുദ്ധിയാണ്. രാമനെയും ഭരതനെയും തമ്മിൽ കാണുമ്പോൾ ഇതിൽ ഭരതനാണ് രാജാവാകേണ്ടത് എന്ന് മന്ധരയ്ക്ക് തോന്നുന്ന മാത്സര്യ ബുദ്ധിയാണ് രാജാവ് മാറുന്നത്. കൈകേയിയോട് പോയിട്ട് ഈ തലയണ മന്ത്രമായിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ട് കൈകേയിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതേപോലെ തന്നെ കാട്ടിൽ താമസിക്കുന്ന സമയത്ത് രാമൻ ഈ മാരീചന്റെ പുറകെ പോയ സമയത്ത് സീതയുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു സംശയമാണ്. ലക്ഷ്മണനെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ലക്ഷ്മണനെ അവിടുന്ന് പറഞ്ഞയക്കുന്നതും ഈ സീതാപഹരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നത്. ഈ ശൂർപ്പണഖയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാമാവേശമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ തിരികൊളുത്തുന്നത്. രാവണന് സീതയെ പറ്റി കേട്ടപ്പോൾ ഉണ്ടാവുന്ന മോഹമാണ് ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറുന്നത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ഇതിൽ ഓരോ അധമ വികാരങ്ങളുടെ സൂചകങ്ങളായിട്ടാണ് ജനിപ്പിക്കുന്നതെങ്കിൽ ഇതിനെ മുഴുവൻ അതിജീവിക്കുന്ന ആത്മാരാമനായിട്ടുള്ള ആ പരംപുരുഷന്റെ സങ്കല്പത്തെയാണ് രാമൻ കാണിക്കുന്നത്. ഈ രാമായണം എന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ അതിന്റെ ഇതിഹാസം ആരംഭിക്കുന്നത് വാത്മീകി രാമായണത്തിലാണെങ്കിൽ വാത്മീകിയും നാരദനും തമ്മിലുള്ള സംവാദമാണ്. അതില് വാത്മീകി നാരദനോട് ചോദിക്കുന്ന ചോദ്യം, കോൻവസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത്? ഗുണവാനായ, വീര്യവാനായ, ധർമ്മജ്ഞനായ, കൃതജ്ഞനായ. പിന്നെ 16 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. മാതൃകാ പുരുഷന്റെ 16 ലക്ഷണങ്ങൾ പറഞ്ഞ് ഈ ലക്ഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മര്യാദ പുരുഷോത്തമൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം തികഞ്ഞ ഒരാളായിട്ടാണ് രാമനെ പറയുന്നത്. ഇക്ഷാകു വംശപ്രഭവോ രാമ, അങ്ങനെ ഒരാളുണ്ട്, അത് രാമനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ്. എന്താണ് ഈ ധർമ്മം എന്ന് പഠിക്കാൻ അതിനായി തയ്യാറാക്കിയിട്ടുള്ള കഥാപാത്രമാണ്. നമ്മുടെ വൈദികമായിട്ടുള്ള ഒരു സംസ്കൃതിയിൽ എങ്ങനെയാണ് ഈ ധർമ്മത്തിന്റെ സങ്കല്പം പഠിപ്പിക്കാനാണ് നമ്മുടെ എല്ലാ ലിറ്ററേച്ചറും ഉണ്ടാവുന്നത്. ഇത് വേദങ്ങളാവട്ടെ, പിന്നീട് ഉപനിഷത്തുകളാവട്ടെ, പിന്നീട് ഇതിഹാസങ്ങളാവട്ടെ, പിന്നീട് പുരാണങ്ങളാവട്ടെ, ഇതെല്ലാം ധർമ്മം എന്താന്ന് പഠിപ്പിക്കാനാ. അതിൽ ധർമ്മത്തെ ഒരു മനുഷ്യനാക്കി അവതരിപ്പിച്ച് നമ്മുടെ മുന്നിൽ തന്നതാണ്. ഇതിഹാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാപുരുഷന്മാരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് മഹത്തായിട്ടുള്ള സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന കൃതികൾ എന്നാ. അതിൽ ചരിത്രാംശമുണ്ട്. അപ്പൊ മഹത്തായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ടാണ് എന്താണ് ധർമ്മത്തിന്റെ ഉപദേശം തരുന്നത്. മഹാഭാരതത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷത്തിൽ ധർമ്മത്തിന്റെ വിജയമാണ്.
യഥോ ധർമ്മ തഥോ ജയ, എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം. ഇതാണ് മഹാഭാരതത്തിന്റെ സങ്കല്പമെങ്കിൽ രാമായണത്തിന്റെ സങ്കല്പം എന്താണ് ധർമ്മം? അത് മനുഷ്യാവതാരമാക്കി ധർമ്മത്തെ കാണിച്ചു തരിക. രാമന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടവും എന്താണ് ധർമ്മം എന്ന് നമ്മളെ പഠിപ്പിക്കാനാ. ഈ നായകന്റെ പ്രതിനായകനായിട്ടാണ് രാവണനെ വെക്കുന്നത്. രാവണന് ഉം. വേറെ എന്തെങ്കിലും കുറവുകളല്ല. രാവണന് ആകെയുള്ള കുറവ് രാവണന് ധർമ്മബോധം ഇല്ല എന്നുള്ളതാ. രാവണന് ശക്തിയുണ്ട്, രാവണന് സമ്പാദ്യമുണ്ട്, രാവണന് ശേഷികളുണ്ട്. സ്വർഗവും നരകവും കീഴ്പ്പെടുത്തിയിട്ട് എല്ലാ ലോകങ്ങളും തന്നെ ഉം. കീഴിലാക്കിയിട്ടുള്ള ആളാണ്. ഈ ഉം. എന്താണ് ഈ അസ്ട്രോളജി പ്രകാരം ഈ സമയം നേരാവാൻ വേണ്ടിയിട്ട് ഈ ഓരോ ഗ്രഹങ്ങളെ തന്റെ ആജ്ഞാനുവർത്തികളായിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു. മുമ്പ് ഈ ഉം. വേദപണ്ഡിതനായിരുന്നു, ജ്യോതിഷമൊക്കെ നന്നായി അറിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചൊവ്വ എവിടെ ഉം. നിന്നാലാ ഗുണം, ബുധൻ എവിടെ നിന്നാലാ ഗുണം എന്നൊക്കെ അറിയുന്നുണ്ട്. ഈ സ്വർഗ്ഗലോകത്ത് ദേവന്മാരെ പിടിച്ചു കൊടുത്തിട്ട് ചന്ദ്രനോട് അവിടെ പോയി നിൽക്ക്, ചൊവ്വനോട് ഇവിടെ വന്ന് നിൽക്ക്, വ്യാഴം അപ്പുറത്ത് ഉം. നിൽക്കട്ടെ, രാഹു ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഗ്രഹങ്ങളെ പോലും തനിക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് കൊണ്ടേ നിർത്തുമായിരുന്നു. ഉം. ഉം. അത്രയും ശേഷിയുള്ള ഒരാൾ. ഇയാളുടെ ഈ വീക്ക്നെസ് കൊണ്ടാണ്, ദൗർബല്യം കൊണ്ടാണ്. ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചു അതിനു വേണ്ടിയിട്ട് എല്ലാം നശിപ്പിച്ച ഒരാളായിട്ടാണ് രാവണനെ കാണിക്കുന്നത്. അല്ലാണ്ട് രാവണൻ ഉം. ഏതെങ്കിലും നിലയിൽ ഒരു മഹാനായിട്ടോ ഒരു മഹത്വത്തിന്റെ സിമ്പലായിട്ടോ ഒന്നും അല്ല. രാവണൻ സീതനെ തൊടാതിരുന്നതിന് കാരണം ഈ പറഞ്ഞ രംഭയുടെ ശാപവും അതേപോലെ തന്നെ വേദവതിയുടെ ശാപവും ഒക്കെയാണ്. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഉം. രാവണൻ അത് അവരെ കയറി പിടിക്കുമായിരുന്നു. കയറി പിടിച്ചതാണ് രാവണന്റെ ആകെ ചരിത്രം. രണ്ട്, ഈ രാമൻ സീതേനെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം. ഇത് യഥാർത്ഥത്തിൽ രാമായണത്തിന്റെ ഭാഗമേ അല്ല. ഇത് ഉത്തര രാമായണം എന്ന് പറയുന്ന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയുടെ ഭാഗമാണ്. ഈ ഉം. വാത്മീകി രാമായണം എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ധർമ്മം എന്താന്ന് പഠിപ്പിക്കാനാ. അപ്പൊ രാമന്റെ ഉം. ജീവിതമാണ് അതിൽ പറയുന്നത്. 6 കാണ്ഡങ്ങളാ. അതിൽ ആദ്യത്തെ കാണ്ഡം ബാലകാന്ഡം, പിന്നീട് അയോധ്യാകാന്ഡം, പിന്നീട് ആരണ്യകാന്ഡം, പിന്നീട് കിഷ്കിന്ധാകാന്ഡം, പിന്നീട് സുന്ദരകാന്ഡം, പിന്നീട് യുദ്ധകാന്ഡം. യുദ്ധകാന്ഡത്തിൽ രാമൻ രാവണനെ വധിച്ചു. ഇവരെല്ലാരും കൂട്ടിയിട്ട് അയോധ്യയിലേക്ക് വന്നു. അയോധ്യയിലേക്ക് വന്നു കഴിഞ്ഞ് ശ്രീരാമന്റെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ മംഗളസ്തുതിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞു രാമായണം. അവിടെ അത് കഴിഞ്ഞാല് ഇതിന്റെ ഫലശ്രുതി വരെ ചൊല്ലുന്നുണ്ട്. ഈ രാമായണം നിത്യേന ജപിക്കുന്നവർക്ക് എന്താണ് ഫലം കിട്ടുക, ഇത് ദിവസം ജപിക്കേണ്ട ആവശ്യകത എന്താണ്, ഇത് വായിച്ചു കഴിഞ്ഞാൽ എത്ര ഐശ്വര്യം എത്ര കീർത്തി ഉണ്ടാവും, അതിന്റെ ഫലശ്രുതി മുഴുവൻ പറയുന്നുണ്ട്. പിന്നീടുള്ള കാലം രാമനും സീതയും സന്തോഷമായിട്ടും സമൃദ്ധമായിട്ടും ജീവിച്ചു എന്നുള്ളത് രാമായണം അവസാനിക്കുക. പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരാൾക്ക് പിന്നീട് തോന്നി പിന്നീട് രാമൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. രാമനും സീത എല്ലാ കാലത്തും അങ്ങനെ സുഖമായിട്ടാണ് ജീവിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ. പിന്നീട് ഉണ്ടായിട്ടുള്ള രാമായണത്തിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് ഉത്തര രാമായണം എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം. ഇത് 6 കാണ്ഡത്തിൽ പെടുന്നതല്ല. ഈ ഉത്തര രാമായണത്തിലാണ് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് രാമനെതിരെ ഉന്നയിക്കുന്ന സകലമായ ആരോപണങ്ങൾ ഉത്തരകാണ്ഡത്തിലുള്ളതാണ്. സീതേനെ കാട്ടിൽ ആരാ അത് ഉപേക്ഷിച്ചു എഴുതിയത്? എന്നുള്ളതായിക്കോട്ടെ. പിൽക്കാലത്ത് ആരാണ് എഴുതിയത്? കൂട്ടിച്ചേർക്കപ്പെട്ട പ്രക്ഷിപ്തം. ആരെ എഴുതിയെന്ന് പറയാൻ പറ്റില്ല. പ്രക്ഷിപ്തം എന്നാണ് ഇത് പറയാ. പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ മൂലകൃതിയുടെ അപ്പൊ ഭാഗമല്ലാത്തതും അതിൽ പിൽക്കാലത്ത് അതിന്റെ ഉപജ്ഞാതാവിനെ പോലും അറിയില്ല നമുക്ക് എന്നുള്ളതാണോ? നമുക്കറിയില്ല. അത് പിൽക്കാലത്ത് ഉം. കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. യഥാർത്ഥ രാമായണത്തിന്റെ ഭാഗമല്ല. അതിൽ ഏറ്റവും ഒരു തമാശ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉം. ലിറ്റററി സ്റ്റൈല് തന്നെ രണ്ടാണ്. നിങ്ങള് ഉം. രാമായണം, ഈ പൂർവ്വ രാമായണം എന്ന് ഇപ്പൊ പറയുന്ന യഥാർത്ഥ രാമായണം എടുത്ത് വായിച്ചു നോക്കൂ. ആ രാമായണത്തിന്റെ ഉം. ലിറ്റററി സ്റ്റൈലേ അല്ല ഈ ഉത്തരാമായണത്തിൽ പിന്തുടരുന്നത്. രണ്ടാമത്തെ കാര്യം, ഉം. ഉത്തര രാമായണത്തിൽ വാത്മീകി സ്വയം ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഓ. രാമായണം വാത്മീകി എഴുതിയതാണല്ലോ, വാത്മീകിയാണല്ലോ ഉം. കർത്താവ്. ഉത്തരരാമായണത്തിലാവുമ്പോ വാത്മീകി ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. സീതനെ കൊണ്ട് ഉം. ഉപേക്ഷിച്ചത് എവിടെയാ? വാത്മീകിയുടെ ആശ്രമത്തിന്റെ മുന്നിലാ. ലവനെയും ഉം. കുശനെയും വളർത്തുന്ന ആരാ? വാത്മീകിയാണ്. അതെ ഇവരെ അതെ. വളർത്തുന്നത്. എന്നിട്ട് ഇവർക്ക് രാമന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ലവനും കുശനും പോയിട്ട് രാമന്റെ കഥ അയോധ്യയിൽ പോയി പാടിയതാണ്. അപ്പൊ വാത്മീകി ഉം. സ്വയം കഥാപാത്രമായിട്ട് വന്നു. ലിറ്റററി ഉം. സ്റ്റൈല് മാറി. അതുവരെ അവതരിപ്പിച്ചിട്ടുള്ള രാമൻ എന്ന് പറയുന്ന സങ്കല്പം നേരെ തലകിത്തന്നെ മറിഞ്ഞു. അതുവരെ അവതരിപ്പിച്ചിട്ടുള്ള എന്താ? ധർമ്മത്തിന്റെ വിഗ്രഹ രൂപത്തിലുള്ള രാമനെയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന സീതേനെ സംശയിക്കുന്ന രാമൻ, സീതയോട് അഗ്നിപരീക്ഷണം നടത്താൻ പറയുന്ന രാമൻ, ഉം. ഉം. സീതനെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന രാമൻ, ശംഭൂകൻ എന്ന് പറയുന്ന ഒരാൾ തപസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ കാട്ടിൽ പോയിട്ട് അയാളുടെ തല വെട്ടുന്ന രാമൻ. ഇതേ രാമൻ അതെ. നമ്മൾ പൂർവ്വരാമായണത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെ ആത്മമിത്രമായി കരുതി കെട്ടിപ്പിടിക്കുന്ന ആളാണ് രാമൻ. രാമനെ പുഴ കടത്താൻ സഹായിക്കുന്നത് ഗുഹനാണ്. ഗുഹൻ നിഷാദ രാജാവാണ്. വളരെ ആത്മസുഹൃത്തുക്കളായിട്ടാണ്, രാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് ഗുഹനെ പറ്റി പറയുന്നത്. ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായി? രാമന് ബ്രാഹ്മണ്യം വന്നു. രാമൻ അപ്പോ ഉം. എന്താണ്, ശംഭൂകൻ തപസ് ചെയ്യാൻ പാടില്ല, ശംഭൂകന്റെ തല വെട്ടുന്നു. അപ്പൊ എന്താ പറയാ, ഇന്ന് ഈ പറയുന്ന ആരോപണ ഉന്നയിക്കാനുള്ള എല്ലാ പോർഷൻസും ഈ ഉത്തരരാമായണം എന്ന് പറയുന്ന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള പ്രക്ഷിപ്തമായിട്ടുള്ള ഭാഗത്താണ്. അത് മൂലരാമായണത്തിന്റെ ഭാഗമേ അല്ല. ഇത് രാമായണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. രാമായണം വായിച്ചാൽ എന്തിനാണ് രാമന്റെ കഥ പറഞ്ഞത്, ഇതിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. എന്തിനാണ് രാമന്റെ രാമൻ കഥ നമ്മൾ പഠിക്കുന്നത്? രാമൻ പറയും. മാംസം കഴിച്ചതായിട്ട് പല യുക്തിവാദികളും പറയുന്നുണ്ട്. രാമൻ അത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രാമായണത്തിൽ രാമൻ മാംസം കഴിച്ചിരുന്നു എന്നുള്ള ഒരു ശ്ലോകമുണ്ട്. സീതയുമായിട്ട് കാട്ടിൽ വനവാസത്തിന് പോയപ്പോഴെന്ന് പറയുന്നുണ്ട്.
രാമൻ മാംസം കഴിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാമായണത്തിലെ രാമൻ എന്ന് പറയുന്നത് യോദ്ധാവായിട്ടുള്ള രാമനാണ്, ക്ഷത്രിയനായിട്ടുള്ള ഉം, രാമനാണ്, ബ്രാഹ്മണനായിട്ടുള്ള ഉം, രാമനല്ല. ഉം, സാധാരണഗതിയിൽ ക്ഷത്രിയർക്ക് മാംസാഹാര വിരുദ്ധതയില്ല. ക്ഷത്രിയർക്ക് ഉം, രജോ ഗുണപ്രധാനികളാണ് അവര്. ഉം, സത്വഗുണപ്രധാനികളായിട്ടുള്ള ബ്രാഹ്മണരാണ് മാംസാഹാരം വർജിക്കുന്നത്. അത് എന്താണ്, ഉം, കൂടുതൽ ദഹിപ്പിക്കുക പോലെയുള്ള വലിയ ശരീരത്തിന്റെ അധ്വാനം ചെലവാക്കാൻ സാധിക്കില്ല. അവർ കൂടുതൽ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള സങ്കല്പമുണ്ട്. ഉം, നേരത്തെ ക്ഷത്രിയർ എന്താ, രാജ്യത്തെയും മറ്റു ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾക്കാരാണ്. യുദ്ധോത്സുകരായി നിൽക്കുന്ന ആൾക്കാരാണ്, ഫൈറ്റർമാരാണ്, യോദ്ധാക്കളാണ്. ഉം, സ്വാഭാവികമായിട്ട് രജോ ഗുണത്തിനാണ് പ്രാധാന്യം ഉള്ളത്. അതുകൊണ്ട് രജോ ഗുണ പ്രധാനങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ അവർ കഴിക്കുന്നുണ്ട്. രാമായണത്തിലെ പല ഉം, ഭാഗങ്ങളിലും എന്താണ് എന്താണ് പറയാ, മാംസം ഉണക്കിയിരുന്നതുമായി ബന്ധപ്പെട്ട് കാട്ടിലുള്ള പാറപ്പുറത്തൊക്കെ മാംസം ഉണക്കിയതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. മാരീചന്റെ പുറകെ ഉം. രാമൻ ഓടുന്നത് മാനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. മാനിനെ അതെ. പിടിക്കുന്നത് കളിപ്പിക്കാൻ ആയിരിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദ്യമാണ്. ഉം, ഞാൻ പറയുന്നത് രാമനത് മാംസം കഴിച്ചിരുന്നെങ്കിൽ പോലും അതൊരു എന്താണ്, രാമായണത്തിൽ അതൊരു അപവാദവും ഒരു പ്രശ്നമൊന്നുമല്ല. കാരണം ഈ ഉം. വെജിറ്റേറിയനിസം ആണ് ഹിന്ദുത്വം എന്ന് പറയുന്ന ആൾക്കാരാണ് അങ്ങനെ രാമൻ അത് കഴിക്കാനേ പാടില്ല, രാമൻ അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത്. രാമന്റെ ഐതിഹ്യത്തിലുടനീളം രാമനെ ഒരു ക്ഷത്രിയ രാജകുമാരനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള രാമൻ ആളുകൾക്ക് ഒരു ആ കാലഘട്ടത്തിൽ യോദ്ധാവാണ്. മാംസം അപ്പൊ നമ്മുടെ യോദ്ധാവാണ്. പട്ടാളക്കാർക്ക് അങ്ങനെയുള്ള ആളുകൾ പച്ചക്കറി മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെ ആയിരിക്കും അല്ലെ? അല്ല, അങ്ങനെ ഒരു മാംസാഹാര വിരുദ്ധത രാമായണത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കാണുന്നില്ല. ഉം, അത് ഉം, അപ്പോ പിന്നീട് ചില ആൾക്കാർ എന്താണ്, പിൽക്കാലത്ത് വന്ന ചില ആൾക്കാർ രാമൻ ഗോമാംസം ഭക്ഷിച്ചിരുന്നു എന്നൊക്കെ കൈരളിയിലൊക്കെ ഇടയ്ക്ക് വാർത്ത ഉം, വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതിനൊന്നും യാതൊരു തെളിവും എന്താ ഉം, പറയുക ഇതില് രാമായണത്തിൽ കാണുന്നില്ല. നേരെ തിരിച്ച് രാമായണം വായിക്കുമ്പോൾ അവര് പൂർണ്ണ സസ്യാഹാരികളായിരുന്നു എന്ന് അനുമാനിക്കാൻ യാതൊരു സാധ്യതയില്ല. അതിൽ ഉം, മാംസാഹാരവുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങൾ ഉം, അതെന്താ പറയാ, ഈ കാട്ടിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ദശരഥന്റെ കൊട്ടാരത്തിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പലതരം മാംസ വിഭവങ്ങളെ പറ്റിയിട്ടൊക്കെ രാമായണത്തിൽ ഉം. പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് കഴിച്ചിട്ടുണ്ടാവും തന്നെയാണ് എല്ലാ സാധ്യതയും. അങ്ങനെ കൃത്യമായിട്ട് ഇവരുടെ വേറൊരു ഓടിന്റെ പ്രധാനപ്പെട്ട സന്ദർഭം ഒന്നും വർണ്ണിക്കുന്നില്ല. ആ ഇപ്പൊ ശബരിയുമായി ബന്ധപ്പെട്ട് ശബരിയാശ്രമത്തിൽ പോയ സമയത്ത് അവർ കൊടുത്തിട്ടുള്ള പഴങ്ങൾ കഴിച്ചതായിട്ട് പറയുന്നുണ്ട് എന്നല്ലാണ്ട് ഇവരുടെ ഉം, ഒരു ഡിന്നറിനെ ഉം. പറ്റിയിട്ടോ ലഞ്ചിനെ പറ്റിയിട്ടോ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആധികാരികമായിട്ട് ശ്ലോകം എടുത്ത് പറയാൻ നിർത്തിയില്ല. പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവർ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യത്തിന് വ്യക്തത വന്നു. അതായത് രാമൻ, നിങ്ങളുടെ ശ്രീരാമൻ ആത്മഹത്യ ചെയ്ത രാമനല്ലേ? ശ്രീരാമൻ അവസാനം സരയൂ നദിയിൽ ജലസമാധിയിരുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് യുക്തിവാദികൾ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് ഉത്തര രാമായണത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണെന്ന്. അതൊക്കെ കാരണം അതൊക്കെ ഉത്തര വാൽമീകി രാമായണമാണ്. വാൽമീകി എഴുതിയ ഉത്ത- രാമായണത്തിന്റെ യഥാർത്ഥ രാമായണം, ഒറിജിനൽ രാമായണത്തിൽ അതൊന്നുമില്ല എന്ന് മനസ്സിലായി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴുമായിട്ട് ഈ ഹൈന്ദവ സമൂഹം അഭിമുഖീകരിക്കുന്നത്, നിങ്ങളുടെ രാമൻ മര്യാദാ പുരുഷോത്തമനാണെങ്കിൽ, ധർമ്മത്തെ ഇത്രയധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനാണ് ബാലിയെ പിന്നിൽ നിന്ന് അമ്പ് ചെയ്ത് വീഴ്ത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ചതി പ്രയോഗിച്ച് വീഴ്ത്തിയ ഒരു ചതിയനായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ ശ്രീരാമൻ, അതിലൂടെ ചതിയല്ലേ വെളിവാകുന്നു ചോദിക്കുന്നത്. അല്ല, അത് ശരിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാലിയുമായിട്ടൊരു ഫെയർ ഫൈറ്റ് എന്ന് പറയുന്നത് സാധ്യമല്ല. നിങ്ങൾ പറയുന്ന ഉം, വളരെ മാന്യമായ റൂൾസ് പാലിച്ചിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നേർക്ക് നേരെ നിന്നിട്ടുള്ള യുദ്ധമല്ലേ. അങ്ങനെ ഒരു യുദ്ധം ഉം, ബാലിയായിട്ട് സാധിക്കില്ല. കാരണം ബാലിക്ക് കിട്ടിയിട്ടുള്ള വരപ്രകാരം ബാലി ആരോടെങ്കിലും മല്ലയുദ്ധത്തിനോ പോരാട്ടത്തിനോ തുനിഞ്ഞു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ആളുടെ പകുതി ശക്തി കൂടി ബാലിക്ക് കിട്ടുന്നു. അപ്പൊ രാമനും ഉം, ബാലിയും കൂടി മത്സരത്തിന് പോയി കഴിഞ്ഞാൽ രാമന്റെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പൊ രാമന് പകുതി ബലമേ ഉള്ളൂ, ബാലിക്ക് ബാലിയുടെ ഉം, ബലമുണ്ട്, രാമന്റെ പകുതി ബലമുണ്ട്. അപ്പൊ അത് ഫെയർ ഫൈറ്റ് അല്ല. ഉം, അവിടെ തന്നെ ഉം, ആദ്യം തന്നെ കളിയുടെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഉം, ഉം, ഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ ആ സങ്കല്പം അവിടെ ആദ്യം ബാലി തെറ്റിച്ചു. ഫൗൾ പ്ലേ അതിൽ വന്നു കഴിഞ്ഞു. ഉം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉം, പിന്നെ ബാലിയോട് നേർക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് വെട്ടിത്തരാണ്. രാവണൻ തന്നെ ഉം. ബാലിയോട് യുദ്ധത്തിന് പോയിട്ട് ബാലി രാവണനെ വാലിൽ കോർത്ത് 7 കടലിലും ചാടി നടന്നു എന്നൊക്കെയാണ് കഥ. അപ്പൊ അങ്ങനെയാണ് ബാലിയോട് നേരിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ സംഭവിക്കുക. അതേ ഉം, നിയമപ്രകാരം തന്നെ ബാലി എന്ന് പറയുന്നത് മനുഷ്യനല്ല. ഈ യുദ്ധ ഉം, നിയമങ്ങൾ മനുഷ്യനും മനുഷ്യനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴാണ് ഈ യുദ്ധ നിയമം ബാധകമാവുന്നത്. മനുഷ്യനും ഉം, മൃഗവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ നായാട്ടിന്റെ നിയമം വേറെയാ. അവിടെ എന്താണ്, ഉം, ഈ രാജാക്കന്മാർക്ക് നായാട്ട് എന്ന് പറയുന്നത് വിധിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ ധർമ്മത്തിൽ ഉം, ഈ എന്താണ്, ഈ കാട്ടിൽ പോയിട്ട് വനത്തിൽ പോയിട്ട് ഈ വനക്രീഡ അല്ലെങ്കിൽ നായാട്ട്, ഈ മൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. ഈ ഉം, നായാട്ടിന്റെ നിയമപ്രകാരം ഒളിച്ചിട്ട് തന്നെയാണ് മൃഗങ്ങളെ ആശ്രയിക്കുക. അല്ലാണ്ട് മാനിനെയും ഉം, മുയലിനെയും നേരെ മുന്നിൽ പോയിട്ട് അമ്പിയല്ല ചെയ്യുക. മാനോ മുയലോ വരുന്നുണ്ടോ നോക്കി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക, അവരുടെ ശബ്ദം കേട്ടാൽ ആ ശബ്ദം വരുന്ന ദിക്കിലേക്ക് അയക്കുകയാണ്. അപ്പോ ബാലി ഉം, മനുഷ്യനല്ല, ബാലി വാനരനാണ്. ബാലി എന്താണ്, ഒരു മൃഗസ്വഭാവിയായിട്ടുള്ള ആളാണ്. ഇവരുടെ യുദ്ധ ഉം, നിയമങ്ങൾ തന്നെ വേറെയാണ്. മനുഷ്യരുടെ യുദ്ധ നിയമങ്ങളല്ല ഇവർ പിന്തുടരുന്നത്. ഇവര് മറ്റേ കല്ലും ഉം, മണ്ണും പാറയും മലയും
മരവും ഒക്കെ പുഴക്കിയെടുത്തോണ്ട ബാലി സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയാ നോക്കി നോക്കൂ. അത് പാറക്കല്ലുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു, മരങ്ങൾ പുഴക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അതല്ലാണ്ട് ഈ പറയുന്ന ഹ്യൂമൻ വാർഫെയറിന്റെ ആ സിവിലൈസ്ഡ് രീതിയുള്ളതല്ല. അമ്പും വില്ലും മറ്റേ വാളും പരിചയും അല്ലെങ്കിൽ രഥവും ചക്രവും ഈ പറയുന്ന സംവിധാനം ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള യുദ്ധത്തിൽ നായാട്ടിന്റെ നിയമമാണ് ഒളിച്ചു നിന്നിട്ട് അമ്പ ചെയ്യാന്ന് പറയുന്നത്. മൃഗത്തിനോടായതുകൊണ്ട് അത് അധർമ്മമാണെന്ന് പറയാനും സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. എന്ത് തന്നെയായിരുന്നാലും രാമായണത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3 സംശയങ്ങൾ ഞാൻ ചോദിച്ചു. 3നും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടി. ഒന്ന്, ശ്രീരാമൻ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച ആ കഥയെ കുറിച്ചുള്ള ഒരു മറുപടി. രണ്ടാമത്, രാവണൻ സീതയെ തൊട്ടിട്ടില്ല എന്നുള്ള ഒരു മറുപടി. മൂന്നാമത്, ഈ ബാലിയെ പിന്നിൽ നിന്ന് ചതിച്ചു കൊന്നതല്ലേ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു മറുപടി. ഇത് 3നും പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റും അടക്കം വലിയ ഞങ്ങളിതാ ശ്രീരാമനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് പല ആൾക്കാരും തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് 3നും വ്യക്തമായിട്ട് മറുപടി തന്ന താങ്കൾക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.